Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. ഒരിടത്ത് വോട്ടുകൊള്ള, മറ്റൊരിടത്ത് ന്യൂനപക്ഷവേട്ട. ഇതിന്റെ പേരു ജനാധിപത്യം. സംശയം സ്വാഭാവികം. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ടുകൊള്ളയുടെ തീപ്പൊള്ളലിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രേഖാമൂലം പരാതി അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നാണ് കമ്മീഷന്റെ നിലപാട്. ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ടാണ് പാർലമെന്റിൽ ഇരിക്കുന്നതെന്ന് രാഹുലിന്റെ മറുപടി. രാഹുലിന്റെ വെളിപ്പെടുത്തലിൽ രാജ്യം നടുങ്ങുമ്പോൾ ഭരണകക്ഷിയുടേത് ദുർബല പ്രതിരോധം. മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക, ഇനി അടുത്ത വോട്ടുകൊള്ള ബീഹാറിലോ? ഛത്തീസ്ഗഡിന് ശേഷം ഒഡീഷയിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ്. അനീതിക്ക് മുന്നിലെ നിശബ്ദത കുറ്റകരമല്ലേ? ജനാധിപത്യത്തിന്റെ ആത്മാവിനെ മുറിപ്പെടുത്തുമ്പോൾ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുമോ? ഒറ്റ ചോദ്യം, ഇതോ ജനാധിപത്യം? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി ഡോക്ടർ വി ശിവദാസൻ MP, MES പ്രതിനിധി ഡോക്ടർ ഫസൽ ഗഫു, BJP പ്രതിനിധി ശ്രീ TP ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ നിസാം സെയ്ദ് എന്നിവരാണ്. ആദ്യം ഞാൻ TP ജയചന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ TP ജയചന്ദ്രൻ, ഇന്നലെ രാഹുൽ ഗാന്ധി ഇട്ട ആറ്റം ബോംബിൻ്റെ അലയൂലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അനുരണനങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ടാവുന്നു. ഇന്നത്തെ ലോക്സഭയിൽ കണ്ടു, കർണാടകയിൽ കൂറ്റൻ റാലി കണ്ടു. പക്ഷെ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രേഖാമൂലം പരാതി അല്ലെങ്കിൽ മാപ്പ് പറയണം എന്നാണ്. പ്രതികരിക്കുന്നവരുടെ നാവ് നിശബ്ദമാക്കാനാണോ നീക്കം? അതല്ല ഈ വിഷയത്തിൽ ഗൗരവതരമായ അന്വേഷണം വേണ്ടേ? അരുണേ, നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യവും ചില സംവിധാനങ്ങളും നിലവിലുള്ള ഒരു രാഷ്ട്രത്തിലാണ്. 1960 ഈ ആരോപണം ഉന്നയിച്ച മഹാൻ്റെ മുത്തശ്ശിയോ മുതുമുത്തശ്ശനോ ഭരിച്ച കാലഘട്ടത്തിലാണ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ആക്ടിന് രൂപം കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം ഇന്ന് ഉയർത്തിപ്പിടിച്ച പുറംചട്ടയുള്ള ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് പ്രതിപക്ഷ നേതാവായും ഇരിക്കുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തമാക്കേണ്ടത് ആരുടെയൊക്കെ ചുമതലയാണ്? വോട്ടർ പട്ടിക കുറ്റമറ്റമാക്കേണ്ടത് ആരാണ്? എന്തിനാണ് വോട്ടർ പട്ടികയുടെ ഈ 2 കോപ്പികൾ ഓരോ വാർഡിലും ഓരോ ബൂത്തിലും രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുന്ന ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് കയ്യിൽ കൊടുക്കുന്നത്? ഈ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ ആ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് കൊടുക്കാനുള്ള രേഖ തയ്യാറാക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഡോക്ടർ അരുൺ. ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അല്ല. എൻ്റെ അറിവിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഓരോ സംസ്ഥാനത്തെയും വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതും തള്ളുന്നതും കൊള്ളുന്നതും ഉൾക്കൊള്ളുന്നതും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയാണ് തെരഞ്ഞെടുപ്പുകളിലേക്ക് അത്തരത്തിലുണ്ടാകുന്ന പോരായ്മകൾ പരിഹരിക്കുക. നോക്കൂ, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത്. ഞങ്ങൾ ഇത് വായുവിലേക്ക് തെളിവുകൾ വിതറിയതല്ല. 2,76,799 വോട്ടുകൾ തെളിവ് സഹിതം അതാത് ഗ്രാമപഞ്ചായത്ത് വോട്ടർ അധികാരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെയും കയ്യിൽ കൊടുത്തു. ഇതിലും ചില തെറ്റുകളുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഇതേ തെറ്റുകൾ നോക്കൂ. തിരുവനന്തപുരത്തെ ഒരു ബൂത്തിൽ, കോർപ്പറേഷനിലെ 36-ാമത്തെ ബൂത്തിൽ, ഗൗരീശ്വട്ടം വാർഡിൽ പാർട്ട് നമ്പർ 3-ൽ ഹൗസ് നമ്പർ 0 ആണ്. അത് തിരുത്താൻ വേണ്ടിയാണ് ഫോം നമ്പർ 6-ൽ അവിടെ അപേക്ഷ കൊടുത്തിരിക്കുന്നു. അതേ പ്രദേശത്ത് ഒരു വോട്ടർ നമ്പറിൽ 26 വോട്ടർമാരുണ്ട്. അതൊരു വീടാണ്, സ്ഥാപനമല്ല. ഒരു സ്ഥാപനത്തിൽ നിരവധി ആളുകൾ ഉണ്ടാകും. അത് കണ്ടുപിടിച്ചു. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം അല്ല ഡോക്ടർ അരുൺ, കഴിഞ്ഞ നവംബറിൽ 2024 നവംബറിൽ കോൺഗ്രസിൻ്റെ BLA-മാരുടെ കയ്യിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയുടെ കരട് കിട്ടിയിരുന്നോ? അതിൻ്റെ യഥാർത്ഥ പട്ടിക, ഫൈനൽ പട്ടിക ജനുവരി 2025 ജനുവരി മാസം കോൺഗ്രസ് BLA-മാർക്ക് കിട്ടിയിരുന്നോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഒരാരോപണം, ഒരു പരാതി. ഇത്രയും വലിയ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് കീശയിൽ ഭരണഘടനയും എടുത്തിട്ട് നടക്കുന്ന നേതാവിൻ്റെ പാർട്ടിക്കാരൻ ഒരു പരാതിയോ ഒരു ആരോപണമോ ഉന്നയിച്ചുവോ? പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് ആ ചോദ്യം ചോദിക്കാം. വ്യാജ അഡ്രസ്സിൽ
40,000 വോട്ടർമാരുണ്ട് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതരമായ കാര്യമാണ്. ഫോട്ടോ ഇല്ലാത്തത് അത് പോട്ടെന്ന് വയ്ക്കാം, അതിൽ ഈ പറയുന്നത് പോലെ മറ്റേതെങ്കിലും സാങ്കേതിക തടസ്സമാണെന്ന് പറയാം. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,000 ഒരു നിയമസഭാ മണ്ഡലത്തിലാണേ. ബിയർ പാർലർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റമുറിയിലെ വോട്ടർമാർ അവർ 10,452 പേരാണ്. അപ്പോൾ അങ്ങനെ കണക്കെടുത്ത് നോക്കിയാൽ 1,280,000 വോട്ടർമാർ വ്യാജ വോട്ടർമാരായി ഒരു നിയമസഭാ മണ്ഡലത്തിൽ വരുന്നു. അതിൽ അസ്വാഭാവികതയുണ്ട്. 1000-ഓ 2000-ഓ പോട്ടെ 10,000-ഓ വോട്ടിൻ്റെ കണക്കാണെങ്കിൽ പോലും അസ്വാഭാവികതയുണ്ട്. ഇവിടെ 1,280,000 വോട്ടുകളാണ്. അതിലൊരു അസ്വാഭാവികതയും ടി പി ജയചന്ദ്രന് തോന്നട്ടെ. ശരി, ഇത് ആ സമയത്ത് കോൺഗ്രസിലെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് അത് മനസ്സിലാക്കാതെ പോയി ആയിരിക്കോട്ടെ. പക്ഷേ ഭരിക്കുന്ന കക്ഷിക്ക് 1,280,000 വോട്ടുകൾ വ്യാജ വോട്ടാണ് എന്നൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കണം എന്നൊരു അഭിപ്രായമില്ലേ? അരുണെ, 1,00,000 വോട്ടല്ല, 10 വോട്ട് ഇരട്ടിപ്പോ കള്ളത്തരമോ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. എന്താ തർക്കം? അന്വേഷണം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ തന്നെ അരുണും എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ പിൻപറ്റുകയാണോ? ബിയർ പാർലർ എന്നാണോ രാഹുൽ ഗാന്ധി പറഞ്ഞത്, ബ്രൂവറി എന്നാണോ? ബ്രൂവറി. രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ അരുണെ? ബ്രൂവറിയിൽ ചില്ലാണം ഉണ്ട്. അല്ല ഞാൻ പറയുന്നത് ഞാൻ പൂർത്തിയായിക്കോട്ടെ. നോക്കൂ, ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത കത്തിൽ പറയുന്നു, യു ആർ ഹംബ്ലി റിക്വസ്റ്റഡ് ടു സൈൻ ആൻഡ് റിട്ടേൺ ദ എൻക്ലോസ്ഡ് ഡിക്ലറേഷൻ ബാർ ഓത്ത് അണ്ടർ റൂൾ, അതായത് മുത്തശ്ശിയോ മുതുമുത്തശ്ശനോ ഉണ്ടാക്കിയ രേഖപ്രകാരമുള്ള റൂൾ 23/6 ഓഫ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ആക്ട് അലോങ് വിത്ത് ദ നോയിംസ് ഓഫ് സച്ച് ഇലക്ടേഴ്സ് സോ ദാറ്റ് നെസസറി. രണ്ടാമത് ഇത് ഉൾപ്പെടുത്തിയത് യു പിയിലുണ്ടെന്ന് പറഞ്ഞു. യു പി ഇലക്ഷൻ കമ്മീഷൻ അതെ 2 പേര് പറഞ്ഞു. അരുൺ, ഒരു കലത്തിലെ ചോറ് അരി വെന്തോ നോക്കാൻ എല്ലാം ഞെക്കി നോക്കണോ അരുണെ? അതിൽ അമ്മ സാമ്പിൾ അല്ലേ നോക്കുക? 2 സാമ്പിൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന് ആദിത്യ ശ്രീവാസ്തവ, 2 വിശാൽ സിംഗ്. യു പി ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നു, സർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ പബ്ലിക് ഡൊമൈൻ. ഈ 2 പേർക്ക് യു പി തെരഞ്ഞെടുപ്പ് പട്ടികയിൽ വോട്ടില്ല. രാഹുൽ ഗാന്ധി വലിയ പാർട്ടിയാണല്ലോ, ഇന്ത്യയിൽ 5 കോടിയോളം ആളുകളുള്ള പാർട്ടിയാണല്ലോ. യു പിയിലും കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ടല്ലോ. നേരത്തെ വിതരണം ചെയ്ത തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വിതരണം ചെയ്ത വോട്ടർ പട്ടിക കയ്യിൽ ഉണ്ടാകുമല്ലോ. ഇലക്ഷൻ കമ്മീഷൻ കളവാണ് പറയുന്നതെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ അരുണെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു ഉത്തരവാദപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന മനുഷ്യനല്ലേ? അദ്ദേഹം ഇങ്ങനെ തിണ്ണമിടുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കേണ്ടത്? ഞാനിതാ വായുവിലേക്ക് തെളിവറിയുന്നു, നിങ്ങൾ വേണമെങ്കിൽ പെറുക്കിയെടുത്തോളൂ എന്ന് പറയേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവ്? കഠിനമായ ഗവേഷണമാണ് ടി പി ജയചന്ദ്രൻ. 7 മീറ്ററോളം ഉയരത്തിൽ 300 കിലോ ഭാരമുള്ള പേപ്പർ കെട്ടുകൾ പരിശോധിക്കുന്നത് ചെറിയ കാര്യമല്ല. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, നേരത്തെ ചോദിച്ചതാണ്, ഞാൻ അത് വേറെ രീതിയിൽ ചോദിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ റീഡർ വെച്ചോ അതല്ലെങ്കിൽ സ്കാൻ ചെയ്ത മെഷീൻ വെച്ചോ സ്കാൻ ചെയ്ത് വായിക്കാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധം പിടിച്ച് ഈ വോട്ടർ പട്ടിക കൊടുക്കുന്നത്? അതെന്താണ് അതിൻ്റെ പ്രയോജനം? മിസ്റ്റർ അരുൺ, വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ ലിസ്റ്റിൽ ഇരട്ടിപ്പുണ്ട് എന്നും അത് ശുദ്ധീകരിക്കേണ്ടതും ഈ രാജ്യത്തെ ആവശ്യമാണ്. ഇത് വിശ്വസിക്കുന്ന പാർട്ടിയാണ് BJP. പക്ഷേ കോൺഗ്രസിനും അരുണിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ ചോദ്യം, നിങ്ങൾ എല്ലായിടത്തും ഈ നിലപാടെടുക്കുമോ? നോക്കൂ, നുഴഞ്ഞു കയറ്റക്കാരും രാജ്യത്തിന് പുറത്തുള്ളവരെയും വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറത്താക്കണേ. രാജ്യത്തെ വോട്ടർ ലിസ്റ്റും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അവസാനിക്കില്ലേ? പക്ഷേ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് 1987 മുമ്പുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും എടുത്തു കൊടുക്കാൻ കഴിയില്ല. ടി പി ജയചന്ദ്രൻ, അരുണെ, നിങ്ങളൊരു ഉത്തരവാദപ്പെട്ട വിവരമുള്ള ഒരു കോളേജിലൊക്കെ പഠിപ്പിച്ച അത്രയും നല്ല വിവരമുള്ള ആളാണ്. ഇങ്ങനെ ഒരു സംവിധാനം ഞാൻ മനസ്സിലാക്കിയെടുത്തപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇനി അതല്ല BJP ബോഡിയാന്ന് വാദിക്കാം നമുക്ക് വേണമെങ്കിൽ. ഞാൻ ചോദിച്ച ഒരു ചോദ്യം താങ്കൾ ഉത്തരം പറഞ്ഞില്ല. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ലേ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുന്നത്? വസ്തുതാപരമായ തെറ്റുണ്ടെങ്കിൽ പക്ഷേ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ ഈ വോട്ടർ പട്ടികയൊക്കെ കോപ്പി പ്രൂഫും സ്കാൻ പ്രൂഫുമായി കൊടുക്കേണ്ടതുണ്ടോ? BJPയുടെ അഭിപ്രായം എന്താ ഇക്കാര്യത്തിൽ? അതെല്ലാവർക്കും പരിശോധിക്കേണ്ട ഒരു ഡോക്യുമെന്റ് അല്ലേ? 3 മിനിറ്റ് കൊണ്ട് നമുക്കിതൊക്കെ കോറിലേറ്റ് ചെയ്യാം. ഇതിനകത്ത് എത്ര ഇരട്ട വോട്ടുണ്ട്, എത്ര വ്യാജ വോട്ടുണ്ട്, എത്ര ഫേക്ക് വോട്ടുണ്ട്, അതിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടെന്നേ ടി പി ജയചന്ദ്രൻ. പക്ഷേ സോഫ്റ്റ്വെയർ ഇടണമെങ്കിൽ ഇതൊന്ന് റീഡ് ചെയ്തെടുക്കണം. അത് പറ്റൂല.
അരുണെ, ഒരു സോഫ്റ്റ്വെയറും വേണ്ട. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങൾ 2,76,799 കണ്ടുപിടിച്ചത് ഏത് റീഡർ ഉപയോഗിച്ചിട്ട് അരുണെ? ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടോ കേരളത്തിൽ? അഭിപ്രായം എന്താണ് ബിജെപിയുടെ? വേണ്ടയോ ജനങ്ങൾക്ക് ആ രീതിയിൽ വോട്ടർ പട്ടിക മെക്കാനിക്കലായി കൂടി പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കണ്ടേ? അതായിരുന്നു വലിയ ചോദ്യം. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഞാനൊന്ന് മറ്റതിഥികളിലേക്ക് പോയതിനു ശേഷം അങ്ങ് ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ വീഴ്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും പഴിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കിപ്പം ഡോക്ടർ വി ശിവദാസനുണ്ട്. ഡോക്ടർ വി ശിവദാസൻ ഇതാണ് ചോദിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസിലെ റവന്യൂ മന്ത്രിയുടെ ഉദ്യോഗസ്ഥരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത്. കോൺഗ്രസിൻ്റെയും CPMൻ്റെയും മറ്റെല്ലാ പാർട്ടികളുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. അവരെ കാണിച്ചാണ് ഈ കരട് വോട്ടർ പട്ടിക അന്തിമഘട്ടത്തിലേക്ക് പോകുന്നത്. ആ സാഹചര്യങ്ങളിലൊന്നും ഇല്ലാത്ത പരാതി ഇപ്പോൾ എങ്ങനെ വന്നു? ഇവിടെ അരുൺ, ഞാനിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇരുന്നുകൊണ്ടാണ്. ന്യൂഡൽഹി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചത് കേജ്രിവാളും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് ഡൽഹിയിലെ. അവിടെ മത്സര സമയത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേജ്രിവാൾ പറയുകയുണ്ടായി 5000-ലധികം വോട്ടുകൾ, ഇവിടുത്തെ ഒറിജിനൽ വോട്ടർമാരുടെ വോട്ടുകൾ BJP നേതൃത്വത്തിൽ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നും കള്ള വോട്ടുകൾ 7000 കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് നമ്മളെ മുമ്പിലുള്ളൊരു ചിത്രമാണ്, ഓർമ്മയാണ്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ 4000 ചില്ലാനം വോട്ടിനാണ് BJP ജയിക്കുന്നതും കേജ്രിവാൾ പരാജയപ്പെടുന്നതും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഒരു ആക്ഷേപം അവരുയർത്തുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർത്തിയ ആക്ഷേപത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തോടുകൂടി പരിഗണിക്കുന്നില്ല. സഞ്ജയ് സിംഗ് എന്ന BJPയുടെ MP ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, BJPയുടെ പ്രതിനിധികൾ, BJPയുടെ നേതാക്കന്മാർ അവർ തൻ്റെ ഭാര്യയുടെ വോട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരാതി കൊടുത്തിരുന്നു 1-ലേറെ തവണ എന്ന് സഞ്ജയ് സിംഗ് പരസ്യമായി പറയുകയുണ്ടായി. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇത് രാഹുൽ ഗാന്ധി പറയുന്നതിന് മുമ്പ് തന്നെ പലരും പറഞ്ഞു കഴിഞ്ഞതാണ്. ബീഹാറിൽ ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് സമാനമായിട്ടുള്ള വിഷയമാണല്ലോ, SIRൻ്റെ മുകളിൽ. എന്താ SIR? ഇവിടെ ചർച്ച ചെയ്യുന്ന ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധിയും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, പറയുന്ന വോട്ടർ പട്ടിക അവിടെ സ്വീകാര്യമല്ല, ആധാർ കാർഡ്, വോട്ടർ ID സ്വീകാര്യമല്ല, ആധാർ ID സ്വീകാര്യമല്ല. ആധാർ കാർഡും വോട്ടർ IDയും ഒന്നും സ്വീകാര്യമല്ലാതിരിക്കുകയും മുത്തച്ഛന്മാരുടെ ജനന സർട്ടിഫിക്കറ്റുമായിട്ട് വോട്ട് കൂട്ടിച്ചേർക്കാൻ പോകേണ്ടി വരികയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുമപ്പുറത്ത് മറ്റൊരു വിഷയം എന്താണ്? ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അവർ ദൂരദേശങ്ങളിൽ പണിക്ക് പോയി വോട്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി മാത്രമായി 10,000-കണക്കിന് രൂപ കളഞ്ഞ് തിരിച്ചു വരാൻ പറ്റാത്ത, വോട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത പാവപ്പെട്ടവർക്ക് വോട്ടില്ലാതാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ BJPയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പല നിലയിൽ പല ഇടങ്ങളിൽ വോട്ട് കൂട്ടിച്ചേർക്കപ്പെടുകയും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ അവരുടെയൊക്കെ പേര് വരികയും ചെയ്യുന്നു എന്നുള്ളത് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ ബീഹാറിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മിഷനറിയെ BJP എല്ലാ അർത്ഥത്തിലും, BJP RSS വൽക്കരണം അതിഭീകരമായ നിലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ പാർലമെൻറ്റ് ഉൾപ്പെടെ കണ്ടിട്ടുള്ള കാര്യവുമാണ്. പാർലമെൻറ്റിനകത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങളെല്ലാം ആ ചർച്ചയിൽ സജീവമായി ഇടപെടുകയും അതിനെതിരായിട്ട് പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പ്രധാനമന്ത്രിയും അതിനൊപ്പം ക്യാബിനറ്റിലെ ഒരു മന്ത്രിയും ചേർന്ന് നിശ്ചയിക്കുന്ന ഒരാൾ മാത്രമായി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്നത്തെ ചിത്രം. എന്ന് പറഞ്ഞാൽ BJPയുടെ ദാസ്യവേല ചെയ്യുന്നവർക്ക് മാത്രം കയറിയിരിക്കാൻ പറ്റുന്ന ഒരു പദവിയായി ഇലക്ഷൻ കമ്മീഷനെ മാറ്റാൻ പാടില്ല എന്നാണ് ഞങ്ങൾ അന്നേ പറഞ്ഞത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അത് എല്ലാ അർത്ഥത്തിലും ന്യൂട്രലായി, അത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ബോഡിയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളാകെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കുകയും അതിൽ നിന്ന് RSS BJP നേതൃത്വം പിൻവലിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കൊപ്പം തന്നെ ശിവദാസൻ MP ഇപ്പൊ കർണാടകയിൽ അവിടെ കോൺഗ്രസ് ഭരിക്കുന്നു. ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടുത്തെ സർക്കാരിൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥരല്ലേ വോട്ടർ പട്ടികയിൽ ആളെ കൂട്ടിച്ചേർക്കുന്നത്? ഒരൊറ്റ മുറിയിൽ
10,452 വോട്ടർമാരെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവിടെ ആ കർണാടക സംസ്ഥാന സർക്കാരിന് മാറാൻ കഴിയുമോ? കേന്ദ്രത്തിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ടല്ലല്ലോ വോട്ടർ പട്ടികയിൽ പേര് കൂട്ടിച്ചേർക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ BJPക്ക് വേണ്ടിയിട്ട് കൂട്ടിച്ചേർക്കൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ബൂത്ത് ലെവൽ ഓഫീസർമാരും അത് പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരെ ഡെപ്യൂട്ടി ചെയ്ത റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ആ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനില്ലേ? അരുൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ BJPയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പിടിമുറിക്കാൻ നോക്കുന്നത് എന്നുള്ളത് ഒന്നാമതായി ഓർമ്മിക്കുക. 2, BLOമാർക്ക് നേരിട്ട് ഡൽഹിയിൽ വിളിച്ചു വരുത്തി നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. പിന്നെ റവന്യൂ വകുപ്പാണ് വോട്ടർമാരെ കൂട്ടിച്ചേർക്കുകയും വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് എന്ന് ആരാണ് പറയുന്നത്? ആരാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. മൂന്നാമത്തെ കാര്യം ഇദ്ദേഹം പറയാണ്, എന്താ ഈ വോട്ടർ പട്ടികയുടെ കോപ്പി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുന്നുണ്ടല്ലോ, ബൂത്ത് ലെവലിൽ തന്നെ എല്ലാവർക്കും വിതരണം നടത്തുന്നുണ്ടല്ലോ എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് അവർ പണമടച്ചാൽ അവർക്ക് കോപ്പി കൊടുക്കുന്ന സംവിധാനം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആകെ സുതാര്യമായ നിലയിൽ നടത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? കർണാടകത്തിൽ നടന്നിട്ടുള്ള വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ഞാൻ അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. മര്യാദയും മാന്യതയും കാണിക്കുക. പറയുമ്പോൾ ആ പറയുന്നയാളെ പറയാൻ അനുവദിക്കുക. അങ്ങയുടെ സമയത്തിനനുസരിച്ച് പറഞ്ഞു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിലെ റവന്യൂ അങ്ങ് പറഞ്ഞോളൂ. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടപെട്ട് സംസാരിക്കുന്നത് മര്യാദയില്ലായ്മയാണ്. അതുകൊണ്ട് ദയവായി മര്യാദയില്ലായ്മ ആവർത്തിക്കാതിരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോപ്പി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നതല്ല. അങ്ങനെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ റവന്യൂ വകുപ്പാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ ഇപ്പോൾ റവന്യൂ വകുപ്പാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ പശ്ചിമ ബംഗാളിലെ അവരുയർത്തുന്ന SIRുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റവന്യൂ വകുപ്പല്ലേ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണോ പോവുക? റവന്യൂ വകുപ്പാണ് ചെയ്യുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് കേരളത്തിലായാലും എവിടെയാണെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നെറികെട്ട പ്രവൃത്തി, ആ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള കള്ളവാദങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യം എടുക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് പ്രധാനമന്ത്രിയും ഒരു മന്ത്രിയും മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയും ചേർന്ന് കഴിഞ്ഞാൽ നിയമിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരാൾ മാത്രമേ വരൂ എന്ന് ഉറപ്പുവരുത്തുകയാണ് അവർ ചെയ്തത്. 2, തിരഞ്ഞെടുപ്പിനകത്ത് BLOമാരെ നേരിട്ട് വിളിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതാണ്. അതിന്റെ വ്യക്തതകൾ, അതിന്റെ വിശദാംശങ്ങൾ ഒരു ഭാഗത്ത് വോട്ടുകൊള്ളയുടെ ആരോപണം, മറുഭാഗത്ത് ന്യൂനപക്ഷ വേട്ടയുടെ പരാതി. ഇതോ ജനാധിപത്യം എന്നാണ് ചോദ്യം. അതിഥികളായി ഡോക്ടർ വി ശിവദാസൻ MP CPIM, ഡോക്ടർ ഫസൽ ഗഫൂർ MES, TP ജയചന്ദ്രൻ BJP പ്രതിനിധി, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ് എന്നിവർ. നിസാം സെയ്ദ്, ഇവിടെ ആ പ്രസക്തമായ ടെക്നിക്കൽ ചോദ്യമുണ്ടല്ലോ, TP ജയചന്ദ്രൻ മാഷി ചോദിക്കുന്ന ചോദ്യം. നമ്മൾ ബാക്കിയെല്ലാം രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇത് കർണാടക സർക്കാരിലെ അല്ലെങ്കിൽ കർണാടകയിലെ തന്നെ ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മഹാദേവ്പുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,00,000 വോട്ടുകൾ കൂട്ടിച്ചേർത്തത് എന്തുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അറിയാതെ പോയി? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ഇതിന് നിയുക്തരായിരിക്കുന്ന ഉദ്യോഗസ്ഥർ സർക്കാർ സർവീസിലൊക്കെ തന്നെയുള്ള ഉദ്യോഗസ്ഥരല്ലേ? ഇവരൊക്കെ ഭരിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ് അല്ലേ? എന്തുകൊണ്ട് അറിയാതെ പോയി? ഈ വോട്ടർ കാർഡ് പട്ടിക ഇവർക്കൊക്കെ കയ്യിൽ കിട്ടുന്നതല്ലേ? ആ സമയത്ത് പരാതി ഉന്നയിക്കാതെ ഇപ്പോൾ 4-6 മാസം കഴിഞ്ഞതിന് ശേഷം പരാതി ഉന്നയിക്കുന്നത് കൊണ്ട് എന്ത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നിറവേറ്റാൻ പോകുന്നത്? 4ാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനു മുന്നിൽ സാങ്കേതികമായല്ലേ നീങ്ങാൻ കഴിയൂ? പരാതി എന്തുകൊണ്ട് ഔദ്യോഗികമായി നൽകുന്നില്ല? ചോദ്യങ്ങൾ. നിസാം സെയ്ദ്. അരുൺ, ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംശുദ്ധമായും സത്യസന്ധമായും തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആരുടേതാണ്? രാഷ്ട്രീയ പാർട്ടികളുടേതാണോ? സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുമായ ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലാകാലമായി സത്യസന്ധമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്.
തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ, ഏത് സാധാരണക്കാരനായ ഒരു മനുഷ്യനും, ഞാനോ അരുണോ ഉൾപ്പെടെയുള്ള ഏത് സാധാരണക്കാരനായ മനുഷ്യനും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ ആ ആക്ഷേപം ശരിയല്ല, അല്ലെങ്കിൽ ആ ആക്ഷേപം ശരിയാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ ബാധ്യത രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ അടിച്ചേൽപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കാണെന്ന് പറഞ്ഞ് കൈ ഒഴിയുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബാധ്യതയാണ് തെരഞ്ഞെടുപ്പ് സുതാര്യമായും സത്യസന്ധമായും നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും എന്നുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സംബന്ധമായി ചെറിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ആ വെറും ആക്ഷേപങ്ങളല്ല, തെളിവുകൾ സഹിതമുള്ള ആരോപണങ്ങൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് സാധാരണ ഒരു ചെറിയ പോസ്റ്റല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിർണ്ണയിക്കുന്ന സമിതിയിലെ ഒരു അംഗമായ ഭരണഘടനാപരമായ സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്. ആ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം തെളിവ് സഹിതം ഉന്നയിക്കുമ്പോൾ അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആരുടെയാണ്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കാൻ, എന്തുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പറഞ്ഞില്ല എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള അർഹത തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയാണുള്ളത്. ആ ബാധ്യത പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അബ്ഡിക്കേറ്റ് ചെയ്യുകയാണ്. രണ്ടാമതായി, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ വോട്ടുകൾ ചേർക്കുന്നതെന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് BJP പ്രതിനിധിക്ക് അറിയാവുന്ന അറിയത്തില്ല. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും, നിങ്ങൾ ഏത് സർവീസിലാണെങ്കിലും, നിങ്ങൾ നിശ്ചയമായും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരായാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ സംസ്ഥാനത്തെ ഭരണകൂടത്തിന് അവരുടെ മേൽ നടപടിയെടുക്കുവാൻ യാതൊരു അധികാരമില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഉദ്യോഗസ്ഥരുടെ മേൽ എന്തെങ്കിലും നടപടിയെടുക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്, സംസ്ഥാന ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അധികാരമുള്ളൂ. അവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികളായാണ് പ്രവർത്തിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നതിനും അതിന് ഉത്തരവാദിത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികൾക്ക് മാത്രമാണ്. പിന്നെ എന്തുകൊണ്ട് എഴുതി പരാതി സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ ചട്ടങ്ങൾ അനുസരിച്ച് ഇനി സമർപ്പിക്കുന്ന ഒരു പരാതിക്ക് ഉത്തരം നൽകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കേണ്ട പരാതികൾ 30 ദിവസത്തിനോ 45 ദിവസത്തിനോ അകം സമർപ്പിച്ചിരിക്കണം. 30 ദിവസത്തിനോ 45 ദിവസത്തിനോ അധികം ഉള്ളിൽ സമർപ്പിക്കാത്ത ഒരു ചോദ്യത്തിനും ഉത്തരം പറയുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും ഗൗരവമായ ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അതിനുവേണ്ടി സുവമോട്ടോ ആയിട്ട് നടപടിയെടുക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അരുൺ, നമുക്കറിയാം, ജനാധിപത്യം എന്ന് പറയുന്നത് 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല. ആ തെരഞ്ഞെടുപ്പ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളൊരു രാജ്യത്തെ ജനാധിപത്യം എന്ന് പറയാറില്ല. ഇറാനിൽ 5 വർഷത്തിൽ കൃത്യമായ കാലയളവിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. അവിടെ പ്രസിഡന്റ് അധികാരത്തിൽ വരാറുണ്ട്, പാർലമെൻറ്റ് അധികാരം. പക്ഷേ ഇറാനെ ആരും ജനാധിപത്യം എന്ന് വിളിക്കാറില്ല. കാര്യം അവിടെ അതൊരു തിയോക്രസി ആയിട്ടാണ് നാം കാണുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ നിറഞ്ഞതാണ്. അതിൽ നിയമനിർമ്മാണ സഭകളുണ്ട്, അതിൽ ജുഡീഷ്യറി ഉണ്ട്, അതിൽ പാർലമെൻ്റ് ഉണ്ട്, അതിൽ മീഡിയ ഉണ്ട്, അതിൽ സിവിൽ സൊസൈറ്റി ഉണ്ട്, അതിൽ പൗരസമൂഹമുണ്ട്. ഇവർക്കെല്ലാം വ്യത്യസ്തമായ റോളുണ്ട്. ഈ ജനാധിപത്യ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ അധികാരം ഇല്ലാതാക്കുക, അവയെ BJPയുടെ ഒരു സഖ്യകക്ഷിയാക്കി മാറ്റുക എന്നൊരു പ്രവർത്തനമാണ് കഴിഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് രാവിലെ ഞാനൊരു ട്രോള് കണ്ടു. ആ ട്രോളിൽ പറയുന്നത് NDA മന്ത്രിസഭയിൽ അംഗമാകും, ഇലക്ഷൻ കമ്മീഷൻ അംഗമാകും എന്ന വാർത്ത ഇലക്ഷൻ കമ്മീഷൻ നിഷേധിച്ചു. പുറത്തു നിന്നുള്ള പിന്തുണ നൽകുക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആ ട്രോള് യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. അല്ല, ഒരു പരിധിവരെ ശരിയുമാണ്. കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിലെ മന്ത്രിയും. അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, പിന്നെ ഒപ്പോസിഷൻ ലീഡർ നാമമാത്രമാണ്. ചീഫ് ജസ്റ്റിസിനെ മാറ്റിവെച്ചല്ലോ. അതിന് മറുപടി പറയേണ്ടത് TP ജയചന്ദ്രൻ മാഷാണ്. ഞാൻ അതിലേക്ക് വരാം. അതിന് ഡോക്ടർ ഫസൽ ഗഫൂർ, വോട്ടുകളുടെ ആരോപണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറുഭാഗത്ത് ഒഡീഷയിൽ വീണ്ടും ഈ വൈദികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന വാർത്ത വരുന്നത്. ഒരു ഭാഗത്ത് മതേതര
തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നു. മറ്റൊരു ഭാഗത്ത് ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലായ തിരഞ്ഞെടുപ്പ്, നമ്മളുടെ രാഷ്ട്രീയ അവകാശം, അത് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ രാജ്യത്ത് രണ്ട് സ്ഥാപനങ്ങൾ ദുർബലമായാൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും. ഒന്ന് ഭരണഘടന സംരക്ഷിക്കുന്ന കോടതി, മറ്റൊന്ന് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെ രണ്ടിനും ആ അർത്ഥത്തിൽ അപകടം സംഭവിച്ചിരിക്കുകയാണോ? ആ അർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണോ ഡോക്ടർ ഫസൽ ഗഫു? അല്ല, ഞാൻ പെട്ടെന്ന് ആദ്യത്തെ പോർഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഈ പ്രക്രിയ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്, ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള. ആദ്യം നമ്മൾ CAA ഉപയോഗിച്ചുകൊണ്ട് വടക്കിഴക്കൻ പ്രദേശങ്ങളിൽ, അതായത് ബംഗാളിൽ, ആസാമിൽ, അതുമാതിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് വോട്ടർമാരെ ലിസ്റ്റിൽ നിന്ന് എടുത്തു കളയാനായിട്ടുള്ള പ്രക്രിയ വന്നു ആദ്യം. അതിനെ എല്ലാവരും കൂടെ എതിർത്തു. എന്നാലും ആ പ്രക്രിയ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആസാമിലെ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ മുൻപന്തിയിലുള്ളത്. അതിനുശേഷം വരുന്നത് എന്താ വെച്ചാൽ, ഇലക്ഷൻ നിങ്ങളെല്ലാം പറഞ്ഞ മാതിരി തന്നെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഏക പ്രധാനമന്ത്രിയും അദ്ദേഹം തീരുമാനിക്കുന്ന ഒരു മന്ത്രിയും, ഏതെങ്കിലും വേറെ മന്ത്രിയുടെ പേര് പോസ്റ്റ് പോലും പറയുന്നില്ല, അദ്ദേഹം തീരുമാനിക്കുന്ന ഒരു മന്ത്രിയും കൂടെ എന്നൊരു വാക്കാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇലക്ഷൻ കമ്മീഷൻ വരുന്നു. ആ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ സ്റ്റാഗർ ചെയ്യുന്നു. ഈ ഇലക്ട്രോണിക് മീഡിയയുടെ കാലഘട്ടത്തിലോ ഇലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? 1 മാസം 2 മാസം അതിൻ്റെ ഇടയിൽ ഭയങ്കര ഗ്യാപ്പുകൾ, കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആ തരത്തിൽ. പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മുടെ ഇൻറ്റൻസീവായിട്ടുള്ള ഇത് പ്രക്രിയ മനസ്സിലായ, അതായത് ബീഹാറിലും മറ്റുള്ള, എന്നിട്ട് പറയുന്നു അതിൽ കണ്ടുപിടിക്കുന്ന എന്താണ്, ഏകദേശം 65 ലക്ഷമോ 75 ലക്ഷം വോട്ടർമാരെ അവർ കാണുന്നില്ല അവർ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നു. 65 ലക്ഷം വോട്ടർമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ഇലക്ഷനിൽ ചിലപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ 1 ലക്ഷം 2 ലക്ഷം വോട്ടറിനായിട്ടുള്ള ഭരണം മാറിയിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഇലക്ഷൻ തന്നെ നമുക്ക് എടുക്കാം, കഴിഞ്ഞ തവണത്തെ. അപ്പോൾ അതിനുശേഷം അപ്പോൾ അത് എല്ലായിടത്തേക്കും പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചാലഞ്ച് വരുന്നു സുപ്രീം കോർട്ടിൽ, ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചതിനെ പറ്റി ചാലഞ്ച്. അതേമാതിരി തന്നെ അതിപ്പോൾ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്നുണ്ട് കോടതിയിൽ. രണ്ടാമത് അത് വരാൻ പോകുന്ന സർ, അതായത് ബീഹാറിലെ കാര്യത്തിൽ അദ്ദേഹം കോടതി ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ഈ ആധാർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ വോട്ടർ ഐഡൻറ്റിറ്റി എടുത്തുകൊണ്ട് എന്താ തകരാറ്? ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പിന്നീട് എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സംസ്ഥാനങ്ങളിലും വോട്ടുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുകയും അത് 5 മണിക്ക് ശേഷം കൂടുകയും ചെയ്തതായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയുടെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ളത്. പിന്നെ രാഹുൽ ഗാന്ധിയോട് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇതിൽ പെർജൂറി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. കോടതിക്ക് ജയിലിൽ പിടിച്ചിടാവുന്ന ഒരു ഇതാണ്. അതായത് തെറ്റായിട്ടുള്ള ഒരു സംഭവം പ്രതിപക്ഷ നേതാവായാലും ആരായാലും അദ്ദേഹം ഉന്നയിച്ചാൽ, അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഇനി തെളിവുണ്ടാക്കി വന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ഇലക്ഷൻ കമ്മീഷൻ ധാർമ്മികമായിട്ട് ഇതിനൊരു ഉത്തരം പറയേണ്ടതാണ്. അപ്പോൾ ഇതാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വശം. മറ്റേ വശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമത്തെ പറ്റിയാണ്. അതിൽ ഞാൻ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എനിക്ക് ആ കാര്യത്തിലുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിരിവർഗക്കാരുള്ള മേഖലകളിൽ മനസ്സിലായില്ലേ, അതായത് നമ്മുടെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ, പിന്നെ വടക്ക് കിഴക്കൻ മേഘാലയ, മിസോറാം അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായ തോതിൽ മനസ്സിലെ ഈ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അത് പരിവർത്തനം നടത്താമെന്നുള്ള പ്രീച്ച്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്നൊരു വാക്കാണ് എൻ്റെ ഓർമ്മ ഭരണഘടന. യു ക്യാൻ പ്രൊപ്പഗേറ്റ് എന്നുള്ളത്. അതിൽ ഞാൻ അഭിപ്രായ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘടിതമായിട്ടുള്ള മതം മാറ്റം നമ്മൾ നടത്താൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗിരിവർഗക്കാരുടെ ഇടയിലൊക്കെ നടക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഹിന്ദുത്വ ശക്തികൾ അതിനെ തടുക്കാൻ നോക്കും. അതിലെന്താ തെറ്റുള്ളത്? കാരണം ഈ ഗിരിവർഗക്കാർ അവർ ഹിന്ദുവല്ല, അവർ ക്രിസ്ത്യാനിയുമല്ല, മുസ്ലിമുമല്ല. അപ്പോൾ അവരെ മതം മാറ്റാനായിട്ട് ഏത് മതത്തിലുള്ള ആൾക്കാർ ശ്രമിച്ചാലും അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഏറ്റുമുട്ടലുകൾ അവിടെ ഉണ്ട്. ഒരേ വീട്ടിൽ തന്നെ ഏറ്റുമുട്ടലുണ്ട്. എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണത്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം കന്യാസ്ത്രീകളെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കേരളത്തിൽ ഒരു നയമെടുക്കുകയും സഭ അത് വടക്കേ ഇന്ത്യ വരുമ്പോഴത്തേനും ഓടിപ്പടഞ്ഞ് ഇപ്പുറത്ത് വരികയും പിന്നീട് തിരിച്ച് പോയിട്ട് പറയാം അല്ലല്ല നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്ന് പറയാം. ആ ഇരട്ടത്താപ്പ് ശരിയല്ല. ചില സഭകൾ, എല്ലാ സഭകളൊന്നുമില്ല, ചില സഭകൾ. പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രൈസ്തവ മൂല്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള ഏത് വിഭാഗമായാലും
അത് പ്രൊട്ടസ്റ്റൻ്റ് ആയാലും എവാഞ്ചലിക്കലായാലും അത് ഏതായാലും അതെല്ലാം ക്രൈസ്തവർ ഒന്നായിട്ട് കാണണം. ഇത് ക്രൈസ്തവർക്ക് നേരെയുള്ള ഒരു അക്രമമായിട്ട് കാണണം. അങ്ങനെ വരുമ്പോൾ മനസ്സിലായില്ലേ, മറ്റു ന്യൂനപക്ഷത്തെ കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായല്ലേ, അവർക്കെതിരായിട്ട് ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാം, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറയാം, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇതാ ഞങ്ങൾക്കെതിരായിട്ട് മറ്റൊരു ജിഹാദ് നടക്കണമെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സംയമനത്തിന് കൂടിയിട്ടാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്, മനസ്സിലായില്ലേ. അവരതിനെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഞാൻ പറയുന്ന ഈ വാക്കുകൾ പോലും അവരിൽ ഒരാളും വന്ന ചാനലുകളൊന്നും പറഞ്ഞ രീതി പറയാറില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ് ഈ കാര്യത്തിനെ പറ്റിയിട്ട് എന്നുള്ളത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞാൻ ഈ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണത്തെ ഞാൻ അപലപിക്കുകയാണ്. അതിനി രാംസേന എന്ന് പേരിടുകയോ ബജരംഗ് ദൾ എന്ന് പേരിടുകയോ അല്ലെങ്കിൽ എന്തായാലും ഉള്ള ഗ്രാം സെയിൻസ് തൊട്ടിട്ട് താഴത്തോട്ടുള്ള ഈ അക്രമങ്ങളെല്ലാത്തിനും നമ്മൾ അപലപിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫസൽ ഗഫൂർ. ഞാൻ ഒരു ഇടവേള കൂടിയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഒരു ഭാഗത്ത് വോട്ടുകൊള്ളയുടെ പേരിലുള്ള ആരോപണം, മറുഭാഗത്ത് ന്യൂനപക്ഷ വേട്ടയിലുള്ള പരാതി. നമ്മുടെ രാജ്യത്തെ ഭരണഘടന തടവിലാണോ എന്നതാണ് ചോദ്യം. ഇതോ ജനാധിപത്യം എന്നതായിരുന്നു ചോദ്യം. BJP പ്രതിനിധി TP ജയചന്ദ്രൻ മാഷ്. ജയചന്ദ്രൻ മാഷെ, നമ്മൾ ഇതിനോടൊപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നേരത്തെ അങ്ങ് പറഞ്ഞതിന് ബാക്കിയുള്ള അതിഥികൾ പറഞ്ഞതിന് മറുപടി നൽകാം. ഒപ്പം തന്നെ ഇതിപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് പോയിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ മുറിവേർപ്പെടുത്തുന്ന ആക്രമം എന്നാണ് ഒഡീഷയിലെ വൈദികർക്കെതിരായിട്ടുള്ള ആക്രമത്തെ അപലപിച്ചിരിക്കുന്നത്. വെറുപ്പിന്ധനമായ അതിക്രമങ്ങൾ പതിവാകുന്നു. എവിടെ? ഛത്തീസ്ഗഡിൽ ഭരിക്കുന്നത് BJP, എവിടെ? ഒഡീഷയിൽ ഭരിക്കുന്നത് BJP. കേരളത്തിൽ കേക്കുമായി പോകുന്ന BJPക്ക് ഒഡീഷയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും നിരന്തരം വരുന്ന വാർത്തകൾ ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ടോ ജയചന്ദ്ര മാഷെ? ഡോക്ടർ അരുൺ, എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട MP എന്നെ തെറ്റിദ്ധരിച്ചുവെന്ന്. ഞാൻ അദ്ദേഹത്തെ തിരുത്താനോ അദ്ദേഹത്തിന് തർക്കിക്കാനോ അല്ല പോയത്. കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൻ്റെ കരട് പത്രികയും ഫൈനൽ റിപ്പോർട്ടും പൈസ വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറയുന്ന അത്രയും രാഷ്ട്രീയ ഔന്നത്യമുള്ള, അത്രയും പൊതുവിജ്ഞാനമുള്ള ഒരാളെ തിരുത്താനല്ല. എനിക്ക് തിരുത്താൻ ഞാൻ അരുണിനോടാണ്. കാരണം എന്നെ നാഴികയ്ക്ക് 40 വട്ടം എൻ്റെ അടുത്ത് ഇടപെടുമ്പോൾ ഇത്തരത്തിലുള്ള ശുദ്ധ എന്ത് പദമാണ് ഞാൻ പ്രയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അസത്യം, പച്ചക്കള്ളം ഒരു MP വിളിച്ചു പറയുമ്പോൾ താങ്കൾ ഇടപെടാത്തതിലുള്ള ഒരു വിഷമം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് എന്നോട് ക്ഷമിക്കുക. രണ്ടാമത്തേത്, ബീഹാറിലെ SIR കുറിച്ച് 2 പേര് പറയുന്നത് കേട്ടു. അല്ല, അത് കോടതി പോയില്ലേ നമ്മൾ? എന്താ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങൾ ഈ ചാനലിൽ വന്ന് പറയുന്ന ബഹളത്തിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് അവസ്ഥ? ഞാൻ വേഗം പറയാം അരുണേ. മറ്റൊരാൾ പറഞ്ഞു ജനാധിപത്യം സംരക്ഷിക്കേണ്ടത്, വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് എന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണ പാടവത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുകയാണ് സർ. കാരണം ഞാൻ പഠിച്ചത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് നിതാന്ത ജാഗ്രതയുള്ള രാജ്യത്തെ സമൂഹമാണ്. ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്യുമ്പോൾ അതാണ് ഈ മാധ്യമത്തിൽ ഈ ചർച്ചയൊക്കെ നമ്മൾ നടത്തുന്നത്. എൻ്റെ ധാരണ അതാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് സാധാരണക്കാരനല്ല. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ചെറിയ കാര്യം സർ പെടുത്തട്ടെ. 2000 ഏക്കർ ഭൂമി ആരോ കൊണ്ടുപോയി എന്ന് ഉത്തരവാദിത്ത ബോധമുള്ള MP പറഞ്ഞിരുന്നു. കോടതി എന്താ പറഞ്ഞതെന്ന് താളങ്ങളൊന്ന് കേട്ടു നോക്കുമോ? തീർന്നില്ല സർ. ഇതേ MP മറ്റൊരു കാര്യവും കൂടെ നമ്മുടെ മുമ്പ് പറഞ്ഞു. 2019 മരിച്ച അരുൺ ജെയ്റ്റ്ലി വന്ന് 2019 ഓഗസ്റ്റിൽ മരിച്ച അരുൺ ജെയ്റ്റ്ലി 2020 സെപ്റ്റംബറിൽ കുഴിമാടത്ത് എണീറ്റ് വന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി കർഷക സമരത്ത്. നിങ്ങൾ കേട്ടിരുന്നോ? മരണശയ്യയിൽ കിടക്കുന്ന പരീക്കറെ കാണാൻ പോയി ഈ മഹാൻ പ്രതിപക്ഷ നേതാവ്, ഔന്നത്യമുള്ളവൻ. എന്നിട്ട് പറഞ്ഞു റഫേൽ ഇടപാട് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ഈ നിരീക്ഷകൻ? മൂക്കിൽ ഓക്സിജൻ ട്യൂബും ഇട്ട് വീൽ ചെയറിൽ ഈ ബഹുമാന്യൻ പറഞ്ഞ പച്ചക്കള്ളം നിഷേധിക്കാൻ ബഹുമാനപ്പെട്ട പാർലമെൻറ്റിൽ അദ്ദേഹം വന്നത് ഈ നിരീക്ഷകൻ കണ്ടിരുന്നോ? വീണ്ടും ഞാൻ പറയുന്നു, ഫ്രഞ്ച് ഇമ്മാനുവൽ മാക്രോൺ പ്രസിഡന്റ് റഫേലിനെ കുറിച്ച് സീക്രട്ട് ക്ലോസ് ഉണ്ട് എന്ന് ഈ മഹാൻ പറഞ്ഞിരുന്നു. അത് അന്വേഷിക്കേണ്ടി വന്നില്ല. കാരണം മക്രോൺ തന്നെ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന്. ചൗക്കീദാർ ചോർഹേ എന്ന് അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി ശരിവെച്ചു എന്നൊരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഈ മഹാൻ പ്രസംഗിച്ചിരുന്നു. അവസാനം കോടതി അലക്ഷ്യം വന്നപ്പോൾ കോടതി പോയി മാപ്പ് പറഞ്ഞു. ഇതിനൊക്കെ ഉത്തരമാണ് എൻ്റെ ഫസൽ ഗഫൂർ പറഞ്ഞത്. തെറ്റായ ഒരു കാര്യം ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പ് പറഞ്ഞാൽ അഴിയണ്ണേണ്ടി വരും. രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നേ. ഇത് തന്നെയാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇന്നത്തെ ഒരു കാര്യവും കൂടെ ഞാൻ ചോദിക്കാം. നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ അരുണിനെ ശ്രദ്ധപ്പെടുത്തുന്നു. ഈ രാജ്യത്തെ ഏതൊരു പൗരനും അവരുടെ അധികാരങ്ങളിലേക്കും ഭരണഘടന നൽകുന്നതിനും നിഷേധിക്കപ്പെട്ടാൽ അതിനെ തിരുത്തേണ്ടത് ഭരണകൂടത്തിന് ചുമതലയാണ്. ഞാൻ അരുൺ അയച്ചിരുന്നു. അരുണെ, എന്തുകൊണ്ടാണ് ഈ ചർച്ച എന്ന് നിങ്ങളുടെ ഈ ചാനൽ ഈ ചർച്ചയ്ക്ക് മുമ്പ് പുറത്തു വിട്ടിരുന്നു. എന്താണെന്നറിയോ?
കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ BJP-യിലേക്ക് പോകുന്നു, കോൺഗ്രസിൻ്റെ പുനഃസംഘടന വൈകുന്നതിൻ്റെ കാരണമാണ്. അതുകൊണ്ട് കേരളത്തിലുള്ളവരായതുകൊണ്ട് കേരളം ചർച്ച ചെയ്യും. ഞാൻ അരുൺ അയച്ച ഒരു സഭാ മാസികയിലെ മറ്റൊരു വാർത്തയുണ്ട്. അരുൺ ഒരുപക്ഷെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ മാസം 8-ാം തീയതി, ഇന്നേക്ക് ഒരു മാസം തികയുന്നു, ജാർഖണ്ഡിൽ ഇവിടുത്തെ നിരീക്ഷകന്മാരും MP-മാരും ഒക്കെ കേൾക്കണം, ജാർഖണ്ഡ് BJP അല്ല. അരുൺ ഇപ്പം പറഞ്ഞ 2 പേര് BJP ഇരിക്കുന്ന സംസ്ഥാനത്താണ്. ഈ ജാർഖണ്ഡിൽ ഒരു 2 നണ്ണിനെ ആക്രമിക്കുകയും അവരുടെ പള്ളി കൊള്ളയടിക്കുകയും. പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട്. അവിടെ പള്ളി കൊള്ളയടിച്ചു എന്നുള്ളത് വാസ്തവമാണ്. വൈദികരെ ബന്ദികളാക്കി എന്നുള്ളത് ശരിയാണ്. 8 ലക്ഷം രൂപയും കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതൊരു കൊള്ളയാണ്. അവിടെ മതപരിവർത്തനം ആരോപിച്ചിട്ടല്ല ഇവരെ കൊള്ളയടിച്ചത്, അവരെ മർദ്ദിച്ചത്, അവരെ ബന്ദിയാക്കിയത്. പക്ഷേ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും അങ്ങനെയല്ല ജയചന്ദ്ര മാഷേ. അരുണെ, മാനന്തവാടിയിൽ നമ്മൾ ഈ ഛത്തീസ്ഗഡ് ചർച്ച ചെയ്യുമ്പോൾ മാനന്തവാടിയിൽ 2 മതപരിവർത്തനത്തിൽ വന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. എല്ലാ സോഷ്യൽ മീഡിയയും കാണുന്ന റിപ്പോർട്ടർ അത് കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇനി അരുൺ ഇപ്പം ചോദിച്ച ചോദ്യം കേസെടുത്തില്ല. അരുൺ, ഈ വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. ഈ പക്ഷം നിൽക്കുന്ന BJP എതിർക്കുന്ന മാസികയിൽ ഞാൻ വായിക്കാം. ഫാദർ ലിജോ അരുൺ പറഞ്ഞ കേസെടുത്തില്ലെന്നല്ലേ? പരാതി കൊടുത്തിട്ടുണ്ടോ അരുണെ? അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടോ ലിജോ? അരുണെ, പരാതി കൊടുക്കാൻ പോലും പറ്റാത്ത റെസ്ക്യൂ ചെയ്തത് അരുണെ? അല്ല അങ്ങനെയൊന്നും പറഞ്ഞോടില്ല അരുണെ. അങ്ങനെയാണ് ലിജോ എന്നോട് പറഞ്ഞില്ല. ലിജോ ഞാനുമായി സംസാരിക്കുമ്പോൾ ലിജോ എന്നോട് പറഞ്ഞത് പരാതി കൊടുത്താൽ നാളെ എന്ത് സംഭവിക്കുമെന്ന ഭീതിയിലാണ് എന്നാണ്. അല്ല, അങ്ങനെ ഭീതി ഉള്ളിടത്ത് പോയിട്ട് പ്രവർത്തിക്കുകയും കേരളത്തിലെ ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിട്ടും നമുക്കിതൊക്കെ നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ ആളുകൾ ഭീതിക്ക് എതിരെ പോരാടിയൊക്കെ നേടിയതെല്ലാവരും ആദിവാസി യുവാവിന്റെ കരണക്കുറ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഇതുവരെ ഛത്തീസ്ഗഡിൽ കേസെടുത്തിട്ടില്ല. ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ അരുണെ, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. നിങ്ങളുടെ BJP വിരോധം കൃത്യമായിട്ട് നിങ്ങൾ തന്നെ അറിയാതെ വെളിപ്പെടുത്തി പോവാറുണ്ട്. ആയിക്കോട്ടെ, അത് ആങ്കർക്കാവാം, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്നോട് ചോദിച്ച ഉത്തരം പറയാൻ സമ്മതിക്കണം. ഞാൻ ഏറ്റവും അധികം ആങ്കർമാരെ ബഹുമാനിക്കുന്നതാണ്. ഞാൻ അവർ സംസാരിക്കുമ്പോൾ മിണ്ടാറില്ല. ഞാൻ ഒരു ചോദ്യം, ഈ പത്രം പറയുന്നു ഇവരെ റെസ്ക്യൂ ചെയ്തത് പോലീസാണ്, പോലീസ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി അരുൺ പറഞ്ഞത് വിഭിന്നമായിട്ടാണ് എൻ്റെ അനുഭവം. ഞാൻ മനസ്സിലാക്കുന്നത് തെളിവൊന്നും എൻ്റെ അടുത്ത് തരാനില്ല. ഇവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നേ, FIR ഇട്ടിട്ടുണ്ട്. എൻ്റെത് അറിവ് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇനി നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ സംസാരിക്കുന്നവർ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അത് FIR ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വലിയ വാർത്തയാണ്. അത് വാർത്തയായിട്ട് കൊടുക്കുകയും വേണം, നമുക്കത് അന്വേഷിക്കുകയും ചെയ്യാം. 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. MP-യോട് നേരത്തെ ചോദിച്ചിരുന്നു, MP-ക്ക് മറുപടി പറയാനുള്ളൊരു അവസരം, അത് മാത്രമേ എനിക്ക് അനുവദിക്കാൻ കഴിയൂ. അങ്ങേക്ക് മറുപടി പറയാം ഡോക്ടർ B. ശിവദാസൻ. ഇതിൽ നമ്മുടെ BJP പ്രതിനിധിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വോട്ടർ പട്ടികയുടെ ഒരു കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടികയുടെ കോപ്പി കുത്തില്ലാതെ, വരയില്ലാതെ, യാതൊരു വിധത്തിലുള്ള അടയാളപ്പെടുത്തലും ഇല്ലാതെ ആയിരിക്കണം അവർ ബൂത്തിൽ ഉപയോഗിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു പർപ്പസിന് ഇയാൾ മരിച്ചു എന്നോ ഇയാൾ ജീവിക്കുന്നയാളല്ല എന്നോ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോഴവർക്ക് എന്ത് ചെയ്യണം? പിന്നീടൊരു കോപ്പി വേണമെങ്കിൽ അവർ പണമടച്ചിട്ട് വേണം വാങ്ങാൻ. അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ വഹിച്ചിട്ടുള്ള ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇനി അതൊന്നും നമ്മുടെ മുഖ്യ വിഷയമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എല്ലാ അർത്ഥത്തിലും എല്ലാ നിലയിലും എന്ത് ചെയ്യുന്നു? RSS വൽക്കരിക്കാൻ നോക്കുന്നു. പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും മാത്രം ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് BJP ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ വർത്തമാനം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുക എന്ന് മാത്രമല്ല, എന്നെ പരസ്യമായി ഒരു ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ മർദ്ദിച്ചിരിക്കുന്നുവെന്ന് ഒരു ആദിവാസി യുവതി പരാതിപ്പെട്ട വേളയിൽ ആ പരാതിക്കാരിയുടെ പരാതി സ്വീകരിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക എന്നുള്ളതും ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ ജനാധിപത്യത്തിൽ പതിതൻ്റെ പരാതി സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനില്ലാത്ത ഒരു നാടായിട്ട് ഇന്ത്യ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഇന്ത്യയെ ജനാധിപത്യം പുലരുന്ന ഇന്ത്യയാക്കി മാറ്റി തീർക്കാൻ നമ്മളാകെ ഒന്നു ചേരണമെന്നുള്ളത് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ മുറിവേൽക്കുമ്പോൾ നിശബ്ദരായിരിക്കുക സാധ്യമല്ല. പരാതി കേൾക്കാൻ ഒരു പോലീസ്
രജിസ്ട്രേഷനും തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താൽ ആ പരാതി ഉയർത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ രാജ്യത്തുണ്ടാവണം. നമ്മളുടേതൊരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് സാർ. നന്ദി അതിഥികൾക്കെല്ലാം. ഡോക്ടർ ഫസൽ ഗഫു, നന്ദി TP ജയചന്ദ്രൻ മാഷെ, നന്ദി നിസാം സെയ്ദ്, നന്ദി ഡോക്ടർ വി ശിവദാസൻ MP. Debate with Dr. Arun Kumar.